ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് പ്രാക്ടിക്കൽ വിഷയങ്ങളാണ്. പ്രോബ്ലം സോൾവിങ് ചെയ്യാനുള്ള കുറച്ച് ഇക്വേഷൻസ് ആണ്. അതിൽ നമ്മൾ പഠിക്കുന്നത് ഫ്യൂച്ചർ വാല്യൂവും പ്രസൻറ്റ് വാല്യൂ. എന്താണ് ഫ്യൂച്ചർ വാല്യൂ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഒരു 10 വർഷം മുമ്പ് നമ്മളെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഒരു പക്ഷേ ഒരു മാസത്തെ ചിലവൊക്കെ അല്ലെങ്കിൽ വേണ്ട ഒരു 2 ദിവസത്തെ ചിലവ് അതുകൊണ്ട് കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 2 ദിവസം ചിലവ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 2000 രൂപയെങ്കിലും കയ്യിൽ വേണം. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, 10 വർഷത്തെ ഒരു 100 രൂപയുടെ ഇപ്പോഴത്തെ വില ഒരു 2000 ആണെന്ന് മനസ്സിലായി. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം നമ്മളെ കയ്യിൽ ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ ഒരു 3 വർഷം കഴിയുമ്പോൾ അതിൻ്റെ വില എന്തായിക്കാലോ 3 വർഷങ്ങൾക്ക് ശേഷം ഒരു എന്തായാലും ഒരു 1500 രൂപയൊക്കെ ഉണ്ടാവില്ലേ. അതാണ് ഫ്യൂച്ചർ വാല്യൂ. നമ്മളെ കയ്യിൽ ഇന്നുള്ള ഒരു ക്യാഷിൻ്റെ ഭാവിയിലെ വില എത്രയാണ്? ഭാവിയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ ക്യാഷിൻ്റെ വില കൂടുകയാണ് ചെയ്യുക അല്ലേ. ഇന്നത്തെ 1 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു 20 വർഷമൊക്കെ കഴിയുമ്പോൾ ഒരു 50 ലക്ഷത്തിൻ്റെ വാല്യൂ ഉണ്ടാവും. കാരണം അന്ന് സാധനങ്ങൾക്കൊക്കെ അത്രയും വില കൂടും. അതാണ് ഫ്യൂച്ചർ വാല്യൂ. ഇന്നത്തെ 100 രൂപയ്ക്ക് ഒരു 10 വർഷം കഴിയുമ്പോൾ എത്ര വിലയുണ്ടാകും? ഒരു ശരി 500 രൂപ വില ഉണ്ടാവും. അതെങ്ങനെ കാണാമെന്ന് ഞാൻ ഇക്വേഷൻ പറഞ്ഞുതരാം. പ്രസൻറ്റ് വാല്യൂ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ്. ഒരു 10 വർഷം കഴിഞ്ഞാലുള്ള ഒരു 2025 2035 ഉള്ള ഒരു 10000 രൂപയ്ക്ക് ഇന്ന് എത്ര വില ഉണ്ടാകും? 2035 10,000 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു 2000 രൂപയുടെ വില ഉണ്ടാവുള്ളൂ. അതാണ് പ്രസൻറ്റ് വാല്യൂ. ഫ്യൂച്ചറിലുള്ള ഒരു എമൗണ്ടിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയെന്ന് നോക്കുക. അതാണ് പ്രസൻറ്റ് വാല്യൂ. ഇപ്പോഴുള്ളൊരു വാല്യൂവിൻ്റെ ഫ്യൂച്ചറിൽ എത്ര വാല്യൂ ഉണ്ട് നോക്കുക. അതാണ് ഫ്യൂച്ചർ വാല്യൂ. ഓക്കെ, നമുക്കിനി ഓരോ എക്സാമ്പിൾ പറയുമ്പോൾ, ഉദാഹരണം പറയുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. നമുക്കിതിൻ്റെ ഇക്വേഷൻ ഓരോന്ന് നോക്കുക. എങ്ങനെ ഫ്യൂച്ചർ വാല്യൂ കാണാം? ഫ്യൂച്ചർ വാല്യൂൻ്റെ ഇക്വേഷൻ, ഫ്യൂച്ചർ വാല്യൂ ഈസ് ഈക്വൽ ടു നമ്മളെ പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു 1 പ്ലസ് നമ്മുടെ നാട്ടിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻറ്റു n ഇയർ, എത്ര വർഷമാണോ അത്. ഓക്കെ, ഇതാണ് ഫ്യൂച്ചർ വാല്യൂവിൻ്റെ കാണാനുള്ള ഇക്വേഷൻ. വളരെ സിമ്പിളാണ്. ഒരു വർഷം കൊണ്ട് നമ്മൾ മനസ്സിലാക്കാനുള്ള സുഖം. ഇപ്പം നമ്മൾ വിചാരിക്കാം നമ്മളെ കയ്യിൽ ഇപ്പോൾ 100 രൂപയുണ്ട് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇക്വേഷൻ അല്ലാതെ സിമ്പിളാക്കിയിട്ട് മനസ്സിലാക്കി തരാം. നമ്മുടെ നാട്ടിലെ ഇൻട്രസ്റ്റ് റേറ്റ് 10%. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് ഈ 100 രൂപേൻ്റെ വാല്യൂ എത്രയായി തീരും? അടുത്ത വർഷം കൊണ്ട് 100 രൂപ എന്നുള്ളത് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ടാൽ നമുക്കത് 110 രൂപയാവില്ലേ, വളരെ സിമ്പിളായിട്ട്. അപ്പോൾ 100 രൂപേൻ്റെ ഫ്യൂച്ചർ വാല്യൂ ഒരു വർഷം കൊണ്ട് 110 ആവുന്നത്. ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാകും. അത് ഒന്നിലധികം വർഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് കാണാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അതിനാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒരു സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യന് ചെയ്തിട്ട് നമുക്കത് ആൻസർ ചെയ്യാം. ഒരു ഉദാഹരണം, മാലിക് എന്ന് പറയുന്ന ഒരാളുടെ എക്സാമ്പിൾ. മാലിക് എന്ന് പറയുന്ന ഒരാൾ 1 ലക്ഷം രൂപ 1 ലാക്ക് ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു വിചാരിക്കാം. 1 ലാക്ക് ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് 10% ആണ്. നമ്മളോട് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫ്യൂച്ചർ വാല്യൂ നമ്മൾ കണ്ടെത്തണം. ആഫ്റ്റർ 3 ഇയർ 3 വർഷത്തിന് ശേഷമുള്ള ഫ്യൂച്ചർ വാല്യൂ. അപ്പോൾ 1 ലാക്കാണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ. അതാണ് അയാളിപ്പോൾ ബാങ്കിൽ കൊണ്ടുവരുന്നത്. 3 വർഷത്തിന് ശേഷം ഈ 1 ലാക്കിൻ്റെ വാല്യൂ എത്രയായിരിക്കും? അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് 10 ആണ്. ഓക്കെ, നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറഞ്ഞാൽ, ഒരാൾ 1 ലാക്ക് ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 1 ലാക്ക് 10% ആണ് ഇൻട്രസ്റ്റ്. 3 വർഷത്തിന് ശേഷം അതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ എത്ര ആയിരിക്കും എന്നാണ്. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ആകുന്ന 1 ലാക്കിൻ്റെ 3 വർഷത്തിന് ശേഷമുള്ള ഫ്യൂച്ചർ വാല്യൂ എത്രയാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമുക്ക് കാണാം, ഫ്യൂച്ചർ വാല്യൂ ഈസ് ഈക്വൽ ടു നമ്മൾ അടുത്ത് പറഞ്ഞ ഇക്വേഷൻ അനുസരിച്ച് പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു ദാറ്റ് മീൻസ് 1 ലാക്ക് ഇൻറ്റു 1 പ്ലസ്, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്, 1 ലാക്ക് ഇൻറ്റു 1 പ്ലസ് ഇൻട്രസ്റ്റ് റേറ്റ് എത്ര? 10% നമുക്കറിയാം 0.1 ആണ്. അതറിയാലോ. 10 ഹരിക്കണം 100 എന്ന് വെച്ച് നോക്കിയാൽ മതി. എന്നിട്ട് നമ്മളെ n എത്രയാണ്? 3. 3 വർഷത്തേക്ക്. നേരത്തെ ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ കിട്ടും. വളരെ സിമ്പിളാണ്.
ആദ്യം ഈ ബ്രാക്കറ്റിലുള്ളതിൽ ചെയ്യും. 1+1 എത്രയാണ്? 1.1. 1.1 അതിൻ്റെ ക്യൂബ് എത്രയാണ്? കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 1.1ൻ്റെ അതിൻ്റെ ക്യൂബാണ് നമുക്ക് കിട്ടേണ്ടത്. എത്രയാണ്? 1.1ൻ്റെ ക്യൂബ് അല്ലേ? നമ്മൾ 1.1ൻ്റെ ക്യൂബ് നോക്കിക്കഴിഞ്ഞാൽ 1.331 എന്ന് കിട്ടി. ഇത് നമ്മളെ ഇക്വേഷനിലേക്ക് കൊണ്ട് അപ്ലൈ. അപ്പോൾ 1.331 അല്ലേ കിട്ടിയത്? ഇൻറ്റു 1.33331. അപ്പോൾ 1 ലാഖിനെ 1 ലാഖ് ഇൻറ്റു 1.331 എത്ര കിട്ടും? വളരെ സിമ്പിൾ അല്ലേ? 1 ലാഖ് കൊണ്ട് ഇൻറ്റു ചെയ്യാൻ വളരെ സുഖമല്ലേ? 1,33,100 കിട്ടൂലേ? ഇതായിരിക്കും ആൻസർ, 1,33,100. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ വാല്യൂ കാണാൻ പഠിച്ചു. ഇങ്ങനെ ഫ്യൂച്ചർ വാല്യൂ കാണുന്നതിന് ഇപ്പോൾ നമ്മൾ 100 രൂപക്ക് ഒരു 3 വർഷം കഴിയുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ ഏകദേശം 130 രൂപക്ക് വില ഉണ്ടാവുമെന്ന് മനസ്സിലായില്ലേ? ഇതിനാണ് കോമ്പൗണ്ടിങ് എന്ന് പറയും. അതേപോലെ നേരെ തിരിച്ച് നമ്മൾ പ്രസൻറ്റ് വാല്യൂ കാണും. ഒരു 3 വർഷം മുമ്പുള്ള ശേഷമുള്ള 130 രൂപയ്ക്ക് ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ എത്രയായിരിക്കും? അപ്പോൾ നമുക്ക് 100 എന്ന് കിട്ടും. ഇങ്ങനെ താഴോട്ട് ബാക്കോട്ട് കാണുന്നതിന് ഡിസ്കൗണ്ടിങ് എന്നും പറയും കേട്ടോ. ഡിസ്കൗണ്ടിങ്. അപ്പോൾ കോമ്പൗണ്ടിങ്ങും ഡിസ്കൗണ്ടിങ്ങും. ഫ്യൂച്ചർ വാല്യൂ കാണുന്നതിനാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുക, പ്രസൻറ്റ് വാല്യൂ കാണുന്നതിനാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുക എന്നൊരു കാര്യം കൂടി ഇതിലിടക്ക് മനസ്സിലാക്കി വെക്കുക. ഇനി എങ്ങനെ പ്രസൻറ്റ് വാല്യൂ കാണാം? നമ്മൾ ഫ്യൂച്ചർ വാല്യൂ കണ്ട അതേ ഇക്വേഷൻ തന്നെയാണ് പ്രസൻറ്റ് വാല്യൂ കാണാൻ, ചെറിയ വ്യത്യാസമുള്ളൂ. പ്രസൻറ്റ് വാല്യൂ കാണാൻ ഫ്യൂച്ചർ വാല്യൂ ഇൻറ്റു എന്നോട് എഴുതണമെന്നല്ല, അതേ നമ്മൾ ബ്രാക്കറ്റ് ഇടുന്നുണ്ട്. നമ്മൾ പ്രസൻറ്റ് വാല്യൂ കണ്ട അതേ സംഗതി തന്നെ, ചെറിയ ഒരു മാറ്റം വരുത്താനുള്ളൂ. ഫ്യൂച്ചർ വാല്യൂ നേരത്തെ നമ്മളെന്താ ചെയ്ത് 1+RN എന്നല്ല എഴുതി, അതിൻ്റെ മേലെ ഒരു 1 ഇട്ട് കൊടുത്താൽ മതി, എല്ലാം കൂടി ബ്രാക്കറ്റ് ഇടുക. ഇതാണ് ഫ്യൂച്ചർ വാല്യൂ കാണാനുള്ള പ്രസൻറ്റ് വാല്യൂ കാണാനുള്ള ഇക്വേഷൻ. ഞാൻ ഒന്നും കൂടി എഴുതി തരാം. പ്രസൻറ്റ് വാല്യൂ കാണാൻ അപ്പോൾ നമുക്ക് 3 വർഷം കഴിഞ്ഞിട്ട് നമുക്കൊരാൾ ഒരു 10,000 രൂപ തരും. എന്നാൽ അതിൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ എത്ര? 10,000 രൂപയുടെ. അത് കാണാൻ പ്രസൻറ്റ് വാല്യൂ ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഇൻറ്റു നമ്മൾ 1/, ഈ ഒരു 1/, ഇട്ട് കൊടുത്താൽ ഇത് നമ്മൾ നേരത്തെ അതേ ഇക്വേഷൻ 1+RN ഇതാണ്. ഓക്കെ, ഇതൊരു സിമ്പിളായിട്ട് ഇപ്പം ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് 3 വർഷം കഴിഞ്ഞിട്ട് ഒരാൾ 10,000 രൂപ തരും. ഇൻട്രസ്റ്റ് റേറ്റ് 10% ആണ്. എന്നാൽ അതിൻ്റെ ഫ്യൂച്ചർ ആ 10,000ത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ എത്ര? ഇയർ 3 വർഷമാണ്, 10% ആണ് ഇൻട്രസ്റ്റ്. വളരെ സിമ്പിളല്ലേ? അപ്പോൾ പ്രസൻറ്റ് വാല്യൂ കാണാൻ ഫ്യൂച്ചർ വാല്യൂ ഇൻറ്റു, അതായത് മീൻസ് 10,000 ഇൻറ്റു ഇൻറ്റു ഇടേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ ബ്രാക്കറ്റ് ഇടുന്നുണ്ട്. 10,000 ഇൻറ്റു 1/1 പ്ലസ് നമ്മളെ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര? 10 അല്ലേ? അപ്പോൾ ഇതിന് 1+ നമ്മൾ റിസ്ക് എടുക്കണ്ട, നേരെ എന്ത് ചെയ്താൽ മതി? 1.1 ക്യൂബ്. 1.1ൻ്റെ ക്യൂബ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, അതിന് ഇനി 1 കൊണ്ട് ഹരിച്ചാൽ മതി. ഇങ്ങനെയാണ് പ്രസൻറ്റ് വാല്യൂ കാണുന്നത്. ഓക്കെ, ആ ഒരു പ്രസൻറ്റ് വാല്യൂ കാണുന്നത് നമുക്കൊന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം. എങ്ങനെയായിരുന്നു? 10,000 രൂപ 3 വർഷം കഴിഞ്ഞിട്ടുള്ള 10,000 രൂപയാണ്. അതിൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ അല്ലേ നമുക്ക് കാണേണ്ടത്. അപ്പോൾ 10,000ത്തിൻ്റെ പ്രസൻറ്റ് വാല്യൂ എങ്ങനെയാണ്? 1 ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? 1+ നമ്മുടെ 0.1 അല്ല ഇൻട്രസ്റ്റ് റേറ്റ്, 10% അല്ലേ? 1+0.1 ബ്രാക്കറ്റ് ക്ലോസ്, അതിൻ്റെ ക്യൂബ്, എന്നിട്ട് നമ്മുടെ പഴയ ബ്രാക്കറ്റ് ഒന്നുകൂടി ക്ലോസ് ചെയ്യുക. ഓക്കെ, സെറ്റ്. ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്താൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ നമുക്ക് കിട്ടും. ഉണ്ടോ? 7513 കിട്ടും. അപ്പോൾ 10,000 രൂപ 3 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കിട്ടുന്നെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ 7513 ആണ്. ഇത് ക്വസ്റ്റ്യൻ വരുന്ന മറ്റൊരു ശൈലി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ 7513 ബാങ്കിലുണ്ടെങ്കിൽ നിക്ഷേപിച്ചാൽ നമുക്ക് 3 വർഷം കഴിയുമ്പോൾ 10,000 കിട്ടുമെന്നർത്ഥം. അങ്ങനെ മനസ്സിലാക്കാം.
അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു എവിടെയെങ്കിലും ക്യാഷ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കമ്പനി കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്. അവർ നമ്മളോട് പറയാം 3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് 10,000 രൂപ തരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാഭം എത്രയെന്ന് വെച്ചാൽ ശരിക്കും 0 ആണ്. ഇപ്പം നമ്മൾ 7,513 ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്തു, 3 വർഷം കഴിഞ്ഞിട്ട് അവർ നമുക്ക് 10,000 തരികയാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് 0 ആണ്. കാരണം ഈ 7,500ൻ്റെ 7,513ൻ്റെ 3 വർഷം കഴിയുന്ന വില 10,000 ഉള്ളൂ. അപ്പോൾ അവർ നമുക്ക് 3 വർഷം കഴിഞ്ഞിട്ട് 10,000 തന്നാൽ നമുക്ക് ലാഭമല്ലല്ലോ. അതാണ് ബിസിനസ്സിൽ ഇതിൻ്റെ യൂസിങ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനനുസരിച്ച് പഠിക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ ഫ്യൂച്ചർ വാല്യൂ കാണാമെന്നും എങ്ങനെ പ്രസൻറ്റ് വാല്യൂ കാണാമെന്നും നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചു. ഫ്യൂച്ചർ വാല്യൂ കാണാൻ നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഒന്നുകൂടി ഞാൻ ഇക്വേഷൻ ചെയ്താണ്. നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു 1 പ്ലസ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്നാണ് എത്ര വർഷം കഴിഞ്ഞിട്ടാണ്. ഇനി അതേപോലെ പ്രസൻറ്റ് വാല്യൂ കാണാനോ ഫ്യൂച്ചർ വാല്യൂ ഇൻറ്റു നമ്മളെ ഇതേ മേലുള്ള അതേ ഇക്വേഷൻ കൊണ്ട് എഴുതാം 1 പ്ലസ് ആർ എൻ മേലൊരു 1 ഇട്ട് കൊടുത്താൽ മതി, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഇത്രയേ ഉള്ളൂ പ്രസൻറ്റ് വാല്യൂ ഫ്യൂച്ചർ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ. ഇനി ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റും.